അവരുടെ വിശ്വാസപരമായിട്ട് ചെയ്തോട്ടെ, എന്നാലും നമ്മൾ വെറുതെ വിടും. പക്ഷേ ഇത് വലിയ ശാസ്ത്രീയമാണെന്ന് തള്ളിമറിക്കുകയും ഇത് ഭയങ്കര വിശുദ്ധരാക്കുന്നു എന്നുള്ളൊരു സാധനം വരും. പിന്നെ ഏതെങ്കിലും ഒരു ഹിന്ദു, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു നോമ്പങ്ങ് നോറ്റാൽ അത് ഈ നോമ്പിന്റെ മഹത്താണെന്ന് പറഞ്ഞ് അങ്ങ് വലുതാക്കി ഇങ്ങനെ ഡെക്കറേഷൻ കൊടുക്കുന്ന പരിപാടി, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് എടുത്തു വെക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും കള്ള പട്ടിണി, കള്ള നോയമ്പ്, ഇതുപോലെ ക്രിസ്ത്യാനികൾ വേറെ ഉണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ വലിയ നോയമ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാറ്. അവര് ഇതേപോലെ ഞങ്ങള് ബീഫും ചിക്കനും ഒഴിവാക്കിയിട്ടുണ്ട്, ഞങ്ങള് മുട്ടയും മീനും കഴിക്കും. മുട്ടയും മീനും കഴിക്കും. ഇതുപോലെ ഉടായ്പകളാണ് ഈ നോയമ്പുകൾ മൊത്തം. അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഞാനൊന്നും കഴിക്കത്തില്ല, അല്ലെങ്കിൽ ചിക്കനും ബീഫും, അതായത് ഈ നോൺ വെജ് ഒഴിവാക്കാൻ പറ്റാത്തവന്മാരായി പറയുന്നത്. ഈ നോൺ വെജ് വെജ് മാത്രമേ കഴിക്കുള്ളൂ. വയറിനെ സംബന്ധിച്ചോ നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം ഇത് ആഫ്റ്റർ ഓൾ എല്ലാം കെമിക്കൽസ്. നിങ്ങളിപ്പോ എന്താണ് ഫാറ്റ്, നിങ്ങളിപ്പോ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഫാറ്റ് കിട്ടിയാലും ശരി, ആനിമലിന്റെ കയ്യിൽ നിന്ന് ഫാറ്റ് കിട്ടിയാലും ശരി, ഇതെല്ലാം അവസാനം വന്നു ചേരുന്നത് ഒരു മോളിക്യൂളായിട്ടാണ്. അപ്പൊ പിന്നെ ഇതിനകത്തൊക്കെ വലിയ കഥയൊന്നുമില്ല. ഇത് അതേപോലെ ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് നാസിക്കിലാണ്. അപ്പോ ഇവിടെ മെജോറിറ്റി ഹിന്ദുസ് ആണ്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു 85% എബവ് ഹിന്ദുസ് ആണ് പോപ്പുലേഷൻ. ഇവര് എസ്പെഷ്യലി ലേഡീസ്, ഈ പെൺകുട്ടികളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. ആണുങ്ങൾക്കൊന്നും ഉപവാസം ഒന്നുമില്ല. ഇത് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് സ്ട്രിക്റ്റ് ആയിട്ട്. അവർ ഉപവാസമാണ് പറയും, അന്നത്തെ ദിവസം ചോറ് കഴിക്കത്തില്ല. പക്ഷേ ഈ ചൗരി ഉണ്ടല്ലോ, ചൗരി വെച്ചിട്ട് കഴിക്കുന്നത്. എന്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ചൗരി കഴിക്കും, എനിക്ക് ഉപവാസമാണ്. ഇതും അതും മറ്റൊരു രീതിയിലുള്ള ഒരു ഉടായ്പ്. അവിടെ ഉടായ്പാണ്, ഉപവാസമാണ്. പക്ഷേ ഞാൻ ഉപവാസത്തിന് അല്ലെ നീ ഭക്ഷണം കഴിക്കാതെ വെറുതെ ഇരിക്കും. അപ്പൊ ഞാനോട് ചോദിക്കുന്നു, ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കും. പക്ഷേ ചോറ് കഴിക്കത്തില്ലാന്നേ ഉള്ളൂ, ചോറും ചപ്പാത്തിയും കഴിക്കത്തില്ലാന്നേ ഉള്ളൂ. പക്ഷേ അതിന് വേറെ ഈ സാബുദാന എന്ന് പറയുന്ന ഈ ചൗരി ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കും. അതെ, എല്ലാം ഉപവാസം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ ആക്കി പാരമ്പര്യമായിട്ട് പേടികൾ ഇങ്ങനെ കുത്തി നിറച്ച് ആ പേടിയിൽ ഇങ്ങനെ അങ്ങ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചാൽ സന്തോഷം. ഓക്കെ ബ്രോ.